ഞങ്ങളുടെ ഗ്യാസ് ഊറ്റിക്ക് കണക്കായിട്ടൊരു പാത്രം കിട്ടാതെ വന്നപ്പോൾ അവസാനം കേക്ക് മോൾഡ് തപ്പിപ്പിടിച്ചെടുത്തിട്ട് അതിലാണ് ഞങ്ങളുടെ മാഗിയും മറ്റേ ഫുഡൊക്കെ കുക്ക് ചെയ്തുണ്ടാക്കിയത്. കുറേ നേരം ആ ഒരു താഴ്വാരത്തിൽ ഞങ്ങളുടെ ഫുഡും കഴിച്ച് സൊറ പറഞ്ഞുകൊണ്ടിരുന്ന ശേഷം ഞങ്ങൾ അടുത്ത വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് യാത്ര തിരിച്ചു. ഒരു വയലിൻ്റെ നടുക്ക് ഒരു മലയുടെ മുകളിൽ നിന്ന് ഒതുക്കി വീഴുന്നൊരു വെള്ളച്ചാട്ടം. ഒരു വീടിൻ്റെ മുറ്റത്ത് കൂടിയാണ് ഇങ്ങോട്ടുള്ള വഴി. അതുകൊണ്ട് തന്നെ ആ വീട്ടുകാർ അവിടെ വീടിൻ്റെ മുറ്റത്ത് ഗേറ്റ് വെച്ച് അടച്ചിട്ട് പൈസ പിരിക്കുന്നുണ്ടായിരുന്നു. ഒരാൾക്ക് 70 രൂപ. ഞങ്ങൾ ആദ്യം കരുതുന്നത് അവർ തട്ടിപ്പാന്നാ, പക്ഷേ 70 രൂപയ്ക്കുള്ള മുതലൊക്കെ ഉണ്ട്. നല്ല വഴുക്കലുണ്ടായിരുന്നു. കുറച്ചു നേരം അവിടെ നിന്ന് നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് മെല്ലെ ഇറങ്ങി. രാവിലെ വരുന്ന സമയത്ത് കോട കണ്ടില്ലല്ലോ എന്നൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ വൈകുന്നേരം ഒരു 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് കോട ഇറങ്ങാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായി ഈ കോടയുള്ള സമയത്തേക്കാളും ഭംഗി കോടയില്ലാത്ത സമയത്ത് തന്നെയാണ്. അങ്ങനെ കോട നിറഞ്ഞ കൊടൈക്കനാലിൻ്റെ ഭംഗി ആസ്വദിച്ച് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡും മറ്റു പലതും എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങൾ പതിയെ 1-ാം ദിനം അവസാനിപ്പിച്ചു.